All today I am going to teach labor participation in management. ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ എംപ്ലോയീസിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യുക. അതാണ് ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ആരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുക, അവിടുത്തെ ലേബേഴ്സിനും കൂടിയും ഇൻക്ലൂഡ് ചെയ്യുക. അതിനെയാണ് നമ്മൾ ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് മീനിങ് നോക്കാം. The present day business management calls for the active participation of employees in the decision making process. Decision making process employees കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് റെഫേഴ്സ് ടു എ ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് ഓർ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. ഇറ്റ് ഈസ് എൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദി ഇൻഡസ്ട്രിയൽ ഡെമോക്രസി. ഇറ്റ് ഈസ് ദ ഔട്ട്കം ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഹ്യൂമൻ റിലേഷൻ ആൻഡ് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റ്. എന്താണ് ഒരു ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഡെമോക്രസിൻ്റെ ഓട്ടോക്രസിയുണ്ട്. ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ട്, മറ്റേത് ഓട്ടോക്രസിയിൽ അവർ തന്നെയായിരിക്കും ഡിസിഷൻ എടുക്കുക. ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേബേഴ്സിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ട് എടുക്കുന്ന ഡിസിഷൻസിനെയാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. അതായത് ഒറ്റയ്ക്കല്ല, അതിൽ ലേബേഴ്സിനും കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കും. അതാണ് ഇറ്റ് ഈസ് ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദി ഇൻഡസ്ട്രിയൽ ഡെമോക്രസി. ഇറ്റ് ഈസ് ദ ഔട്ട്കം ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ്. മോഡേൺ മാനേജ്മെൻറ്റിൻ്റെ ഔട്ട്കം ആണിത്. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഹ്യൂമൻ റിലേഷൻസ് ആൻഡ് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റ്. അത് ഹ്യൂമൻ റിലേഷൻ്റെ പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഔട്ട്കം ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മാനേജ്മെൻറ്റ് അവരുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ വർക്കേഴ്സിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കുന്നു. അതാണ് ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് ഓർ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്? വർക്കേഴ്സിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഉള്ളത്? ഫസ്റ്റ് പോയിന്റ്, ടു എസ്റ്റാബ്ലിഷ് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി. നമ്മൾ പറഞ്ഞു ഡെമോക്രസി എന്ന് വെച്ചാൽ അവർ സ്വന്തമായിട്ടല്ല തീരുമാനം എടുക്കുക, ബാക്കി മെമ്പേഴ്സിനെയും കൂടിയും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് എടുക്കുന്ന തീരുമാനത്തിനാണ് നമ്മൾ ഡെമോക്രസി എന്ന് പറയുന്നത്. അത് ഇൻഡസ്ട്രിയൽ ഡെമോക്രസിക്ക് വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. ടു എസ്റ്റാബ്ലിഷ് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി. നെക്സ്റ്റ് പറയുന്നത്, ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ഓഫ് ദി ഓർഗനൈസേഷൻ വിച്ച് ഈസ് ബെനിഫിറ്റൽ ടു ദി എംപ്ലോയീസ് ആൻഡ് കമ്മ്യൂണിറ്റി. അതായത് ഇത് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം എന്താ? അവരും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും കമ്പനിയുടെ കാര്യങ്ങൾ. അപ്പോൾ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടും ഓഫ് ദി ഓർഗനൈസേഷൻ വിച്ച് ഈസ് ബെനിഫിഷ്യൽ ടു ദി എംപ്ലോയീസ് ആൻഡ് കമ്മ്യൂണിറ്റി. രണ്ടുപേർക്കും ഒരുപോലെ ബെനിഫിറ്റാണ്. ടു ബിൽഡ് ദ മോസ്റ്റ് ഡൈനാമിക് ഹ്യൂമൻ റിസോഴ്സസ്. ഡൈനാമിക് ആയിട്ടുള്ള ചേഞ്ചിങ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, ബിൽഡ് ചെയ്യാനും ഈ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. ടു സാറ്റിസ്ഫൈ ദ വർക്കേഴ്സ് സോഷ്യൽ ആൻഡ് എസ്റ്റീം നീഡ്സ്. സോഷ്യൽ ആൻഡ് എസ്റ്റീം നീഡ്സ് ഫുൾഫിൽ ചെയ്യാനും ഇത് സഹായിക്കുന്നു. ടു സ്ട്രെങ്തൻ ലേബർ മാനേജ്മെൻറ്റ് കോപ്പറേഷൻ ആൻഡ് ദസ് മെയിൻറ്റെയിൻ ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി. അതായത് ലേബർ മാനേജ്മെൻറ്റ് കോപ്പറേഷൻ ഇൻക്രീസ് ചെയ്യും. അതുവഴി എന്തുണ്ടാവും? എന്ത് കൂടും? മെയിൻറ്റെയിൻ പീസ് ആൻഡ് ഹാർമണി എമംഗ് ദി എംപ്ലോയീസ്. ഇറ്റ് ഈസ് സൈക്കോളജിക്കൽ ഒബ്ജക്റ്റീവ് ഈസ് ടു സെക്യൂർ ഫുൾ റെക്കഗ്നൈസേഷൻ ഓഫ് ദി എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ ഫുൾ റെക്കഗ്നൈസേഷൻ കിട്ടാന്നുള്ളത്. ഫുൾ റെക്കഗ്നൈസേഷൻ ഓഫ് ദി എംപ്ലോയീസ്. ഫുൾ റെക്കഗ്നൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് എന്താണ് ഒരു റെക്കഗ്നൈസേഷനാണത്. അത് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ, മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ. നമുക്കായാലും ഒരു റെക്കഗ്നൈസേഷൻ കിട്ടാൻ താല്പര്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ വർക്കേഴ്സിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അവർക്കും ഒരു റെക്കഗ്നൈസേഷനാണ് കിട്ടുന്നത്. ടു ഡെവലപ്പ് ഹ്യൂമൻ പേഴ്സണാലിറ്റി. ഇപ്പോൾ ഹ്യൂമൻ പേഴ്സണാലിറ്റി ഇൻക്രീസ് ചെയ്യാനും ഈ വർക്കേഴ്സ് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ്, ടു ഡെവലപ്പ് ലീഡേഴ്സ് വിത്തിൻ ദ ഇൻഡസ്ട്രി. ഇൻഡസ്ട്രി ഉള്ളിൽ തന്നെ ലീഡേഴ്സിനെ, കാരണം ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുമ്പോൾ അവർക്ക് എന്തുണ്ടാവും? ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് അതുവഴി ഇൻക്രീസ് ആവുന്നത്. അതാണ് അവിടെ പറയുന്നത്, ടു ഡെവലപ്പ് ലീഡേഴ്സ് വിത്തിൻ ദ ഇൻഡസ്ട്രി. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്? ഫസ്റ്റ് പോയിന്റ്, പാർട്ടിസിപ്പേഷൻ മീൻസ് മെൻ്റൽ ആൻഡ് ഇമോഷണൽ പാർട്ടിസിപ്പൻറ്റ് ഓഫ് എ പേഴ്സൺ ഇൻ എ ഗ്രൂപ്പ് സിറ്റുവേഷൻ റാദർ ദാൻ ഫിസിക്കൽ പ്രസൻസ്. അതായത് ഫിസിക്കൽ പ്രസൻസ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അവരുടെ മെൻ്റൽ ആൻഡ് ഇമോഷണൽ പാർട്ടിസിപ്പേഷനും കൂടിയാണ് ഈ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ വഴി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്.
Next, workers participate in management not as individual but as jointly as a group through their representative. ഒരാളെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാനാണ് ഈ ഡിസിഷൻ മേക്കിങ്ങിൽ ഒരാൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്, റെപ്രസെൻറ്റേറ്റീവ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് മേ ബി ഫോർമൽ ഓർ ഇൻഫോർമൽ. ഈ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫോർമൽ ആയിരിക്കാം, ചിലപ്പോൾ ഇൻഫോർമലായിട്ട് നടത്താം. There may be 5 levels of workers participation in management. Workers participation in management എന്ന് പറഞ്ഞാൽ 5 ലെവൽസിലുണ്ട്. ഇനി ആ 5 ലെവൽസ് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഇൻഫോർമേഷൻ പാർട്ടിസിപ്പേഷൻ. 5 ലെവൽസ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പോയിൻ്റ് ഇൻഫോർമേഷൻ പാർട്ടിസിപ്പേഷൻ. അതായത് അവർക്ക് ആഡ്വക്കേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ വ്യൂസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇൻഫോർമേഷൻ പാർട്ടിസിപ്പേഷൻ. ഇൻഫോർമേഷൻസ് കിട്ടുന്നുണ്ടോ, അതുപോലെ തന്നെ അവർക്ക് അവരുടെ വ്യൂസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് എംപ്ലോയീസ് ആർ ഏബിൾ ടു റിസീവ് ഇൻഫോർമേഷൻ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം. ആൻഡ് എക്സ്പ്രസ് ദെയർ വ്യൂസ് റിലേറ്റിംഗ് ടു ദി മാറ്റർ ഓഫ് ജനറൽ ഇക്കണോമിക് ഇമ്പോർട്ടൻസ്. ജനറൽ ഇക്കണോമിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് അവരുടെ വ്യൂസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതുപോലെ തന്നെ അവർക്ക് ഇൻഫോർമേഷൻസ് കിട്ടുന്നുണ്ടോ. ഇതാണ് ഇൻഫോർമേഷൻ പാർട്ടിസിപ്പേറ്റിൽ മെഷർ ചെയ്യുക. നെക്സ്റ്റ്, കൺസൾട്ടീവ് ഇമ്പോർട്ടൻസ്. ഇതിൽ കൺസൾട്ടീവ് ഇമ്പോർട്ടൻസിൽ വരുന്നത് എംപ്ലോയീസിൻ്റെ മാറ്റേഴ്സ് സച്ചസ് വെൽഫെയർ, സച്ചസ് വർക്ക്, സേഫ്റ്റി, ഹെൽത്ത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ കൺസൾട്ടീവ് ഇമ്പോർട്ടൻസിൽ വന്നത്. ഫിനാൻഷ്യൽ ഡിസിഷൻ്റെ കാര്യം കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫിനാൻഷ്യൽ ഡിസിഷൻ്റെ ഫൈനൽ തീരുമാനം എടുക്കുന്നത് ആരായിരിക്കും? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ഇവർക്ക് ജസ്റ്റ് ആൻഡ് അഡ്വൈസറി ഇൻ നേച്ചർ, ഉപദേശം പോലെ കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവർക്ക് അതിൽ ഡിസിഷൻ, ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കുന്നത് ആരാ? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. അപ്പോൾ കൺസൾട്ടീവ് ഇമ്പോർട്ടൻറ്റ് ഹിയർ ദ വർക്കേഴ്സ് ആർ കൺസൾട്ട് ഓൺ മാറ്റേഴ്സ് ഓഫ് എംപ്ലോയീസ് വെൽഫെയർ സച്ചസ് വർക്ക്, അവരുടെ സേഫ്റ്റി, ഹെൽത്ത്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഫൈനൽ ഡിസിഷൻ ടേക്ക് ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. ദ എംപ്ലോയീസ് വ്യൂസ് ആർ ഓൺലി അഡ്വൈസറി ഇൻ നേച്ചർ ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ. ഇത് കൺസൾട്ടീവ് പാർട്ടിസിപ്പേഷൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഹിയർ അണ്ടർ ദ മോറൽ ഒബ്ലിഗേഷൻ ടു ആക്സെപ്റ്റ് ഇംപ്ലിമെൻറ്റ് the unanimous decision of the employees. Under this method, the managers and workers jointly take decision. അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസും മാനേജ്മെൻറ്റും ജോയിൻ ചെയ്തിട്ടാണ് ഡിസിഷൻ എടുക്കുക. അതാണ് പറയുന്നത് അണ്ടർ അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ മെത്തേഡ് ദ മാനേജേഴ്സ് ആൻഡ് വർക്കേഴ്സ് ജോയിൻ്റ്ലി ടേക്ക് ഡിസിഷൻ. അവർ ജോയിൻ്റ് ആയിട്ടാണ് ഡിസിഷൻ എടുക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡിസിഷൻസ് ഈ മാനേജ്മെൻറ്റ് കൊണ്ടുവരും. ആ ഡിസിഷനിൽ ഏതാണ് പ്രിഫറബിൾ ആയിട്ടുള്ളതെന്ന് സെലക്ട് ചെയ്യുന്നത് എംപ്ലോയീസാണ്. നമുക്ക് നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് ഇറ്റ് എൻഷുവേഴ്സ് ഗ്രേറ്റസ്റ്റ് ഷെയർ ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസ്ചാർജ് ഓഫ് മാനേജറിയൽ ഫങ്ഷൻസ്. കൂടുതൽ ഏതാണ്, ആർക്കാണ്? ഗ്രേറ്റർ ഷെയർ ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷനാണ് കൂടുതൽ. ഹിയർ ഡിസിഷൻസ് ഓൾറെഡി ടേക്കൺ ബൈ ദി മാനേജ്മെൻറ്റ് കം ടു എംപ്ലോയീസിൻ്റെ അടുത്ത് കൊണ്ടുവരും. അവരെടുത്തേക്കുന്ന തീരുമാനങ്ങൾ പ്രിഫറബിളി വിത്ത് ഓൾട്ടർനേറ്റീവ് ഫോർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എംപ്ലോയീസ് ഹാസ് ടു സെലക്ട് ദ ബെസ്റ്റ് ഫ്രം ദീസ് ഇംപ്ലിമെൻറ്റേഷൻ. ഇതിന് ഏറ്റവും നല്ലത് നോക്കി ആരെ സെലക്ട് ചെയ്യുന്നത്? എംപ്ലോയീസ്. നെക്സ്റ്റ്, ഡിസ്ക്രിപ്റ്റീവ് പാർട്ടിസിപ്പേഷൻ. ഹയസ്റ്റ് ലെവൽ ഓഫ് പാർട്ടിസിപ്പേഷൻ വെയർ ഡിസിഷൻസ് ആർ ജോയിൻ്റ്ലി ടേക്കൺ ഓൺ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു പ്രൊഡക്ഷൻ, വെൽഫെയർ എക്സെട്ര. ഹയസ്റ്റ് ലെവൽ ഓഫ് പാർട്ടിസിപ്പേഷൻ ആണ് ഇതിലുണ്ടാവുക. വേറെ ഡിസിഷൻസ് ആർ ജോയിൻ്റ്ലി ടേക്കൺ ഓൺ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു, അതായത് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ലേബേഴ്സും ഒരുമിച്ചാണ് തീരുമാനം എടുക്കുക. ഇതിനെക്കുറിച്ച് റിലേറ്റിംഗ് ടു പ്രൊഡക്ഷൻ, വെൽഫെയർ എക്സെട്ര. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് ആണ്. വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ അവരുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ലേബേഴ്സിനും കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കും. ഇതിനെ പറയുന്ന വേറൊരു പേരാണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. ഓക്കെ, താങ്ക് യു.